പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ രഞ്ജിത്ത് ശേഖർ. സ്റ്റുഡിയോയിലൊപ്പം MS ആശ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ എന്ന ഈ പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ യുവനടൻ രഞ്ജിത്ത് ശേഖറാണ് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഇക്കോ, കേരള ക്രൈം ഫയൽസ് പോലുള്ള പ്രോജക്റ്റുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഇദ്ദേഹം അഭിനേതാവ് എന്ന നിലയിൽ തൻ്റെ വളർച്ചയെക്കുറിച്ചും മറ്റു സിനിമാ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നതിൽ നിന്നും ഒറ്റമുറി വെളിച്ചം തുടങ്ങി ഇക്കോ വരെയുള്ള അതിശയിപ്പിക്കുന്ന സിനിമാ യാത്രയാണല്ലോ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവും ചില സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനെ കാണുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ചും CPO പ്രവീൺ, സോമൻ എന്നിങ്ങനെ ജീവസുറ്റ ഒരുപാട് റോളുകൾ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും മനസ്സിൽ? അത്ഭുതമാണോ അല്ല ഹാർഡ് വർക്കിന് കിട്ടിയ പ്രതിഫലം എന്നുള്ള രീതിക്കാണോ? എങ്ങനെയാണ് ഈ മാജിക്കൽ മൊമെന്റ്സിനെ കാണുന്നത്? ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയാണ് ഞാൻ എല്ലാം നോക്കി കാണുന്നത്. ഇതുവരെ നടന്നു വന്നതെല്ലാം ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. എനിക്ക് തോന്നുന്നു നമ്മളൊരു സാധനത്തിൽ ഭയങ്കര മനസ്സിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ ചിലപ്പോൾ നടന്നില്ലെങ്കിലും നമുക്ക് പുറത്തു നിന്നോ അല്ലെ വേറെ എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ളത് പോലെയാണ് എനിക്കിതുവരെ വന്നിട്ടുള്ള എല്ലാ സിനിമകളും. ഞാനിപ്പം എക്കോ ചെയ്യാനായിട്ടുള്ള റീസൺ കേരള ക്രൈം ഫയൽസ് എഴുതിയിരിക്കുന്ന ബാഹുലാണ്. അവിടെ നിന്നാണ് ബാഹുൽ എനിക്ക് എക്കോ എന്ന് പറഞ്ഞൊരു സിനിമ തരുന്നത്. കേരള ക്രൈം ഫയൽസ് അഹമ്മദാണ്. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 1 ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സീസൺ 2 വരുന്നത്. അങ്ങനെ ഒരു യാത്രയാണ് അത്. ഭയങ്കര നന്ദിയോടുകൂടി തന്നെ എനിക്കിതുവരെ അവസരം തന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. സിനിമാ മോഹം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നുള്ള ഒരു സ്പാർക്ക്, നമ്മുടെ ആ ഒരു പാഷൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഏത് സമയത്താണ്? കുട്ടിക്കാലത്താണോ അതെ മുതിർന്ന ശേഷമാണോ? കുട്ടിക്കാലത്താണ്. എനിക്ക് തോന്നുന്നു ഞാൻ മൈമിൻ്റെ ഒരു ഓഡീഷന് വേണ്ടി ഞാൻ സർവ്വതല പഠിക്കുന്ന ഓഡീഷന് വേണ്ടി ഒരു ക്ലാസ് റൂമിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു സ്പെഷ്യൽ ഇംഗ്ലീഷ് ക്ലാസ്സോ അങ്ങനെ എന്തോ. അപ്പം 2 ക്ലാസ്സിലെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഓഡീഷന് വേണ്ടി അന്നത്തെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇൻചാർജായ സാറ് വിളിക്കുന്നു. 5-6 പേരുണ്ട്. അപ്പം ഇവരുടെ മുമ്പിൽ നിങ്ങൾ പെർഫോം ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ഓഡീഷനായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ള ലെവലിലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഞാനെന്തോ കോപ്പി അടിച്ച് എഴുതുന്ന എന്തോ ഒരു സാധനമാണ് അത്. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കുകയും അത്രയും കുട്ടികൾ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഭയങ്കര വലുതാണ്. സാർ ഇത് കഴിഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്തിട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എടാ നീ നന്നായി ചെയ്യുന്നുണ്ട്, നീ ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതായിരിക്കും ഒരു സ്പാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പോലും അറിയാതെ നമുക്കൊരു എനർജി വരിക എന്ന് പറയുന്നത് അവിടെ നിന്നാണ്. പിന്നെ അത് സിനിമയിലേക്ക് കൺവേർട്ടഡ് ആവുന്നു. ലാലേട്ടൻ, മോഹൻലാൽ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. പല തലമുറ. അതെ അതെ അതെ. പുള്ളി എന്തോ ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പുള്ളി ചെയ്യുന്നതെല്ലാം നമ്മൾ വീട്ടിൽ വന്നിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അന്ന് അഭിനയം അങ്ങനെയല്ല, റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആവണം അങ്ങനെ ഒന്നുമല്ല. പുള്ളി എന്ത് ചെയ്യുന്നു അതെല്ലാം നമ്മൾ ചെയ്യാന്നുള്ളതായിരുന്നു. അവിടെ നിന്നൊക്കെയാണ് ഇത് കൺവേർട്ടഡായി പതുക്കെ സീരിയസ് ആവുന്നു. നമ്മുടെ ജീവിതം മാറുന്നു, നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നു. മെച്യൂരിറ്റി വരുമ്പം ഇത് സിനിമയായി മാറുന്നു, സിനിമയോടുള്ള ആഗ്രഹമായി മാറുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ നമ്മളൊരു സാധാരണ കുടുംബ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സിനിമ അങ്ങനത്തെ ഒരു കുടുംബ പശ്ചാത്തലം ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊരു ഈസി ആയിട്ടുള്ളൊരു പാത്തല്ലല്ലോ. അപ്പം പല അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും, പല സ്ഥലങ്ങളിൽ നിന്ന് നോ കേൾക്കേണ്ടി വരും. ഫൈനലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ലൈം ലൈറ്റിൽ എത്തി നിൽക്കാൻ തക്ക പ്രാപ്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് വരെ നമ്മൾ നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. മോട്ടിവേറ്റഡ് ആയി, ഇൻസ്പയറിംഗ് ആയിട്ട് നമ്മളെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഒരു വിശ്വാസം, എനിക്കൊരു നാൾ ഇങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇതുപോലെ ചിരിപ്പിക്കാനും ആനന്ദിപ്പിക്കാനും ഒക്കെ പറ്റും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു, പ്രതീക്ഷയായിരുന്നു, എന്തായിരുന്നു? ആ വിശ്വാസം തന്നെയാണ്. മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. നമ്മളെ തന്നെ മാനിഫെസ്റ്റ്, നമ്മളിവിടെ എത്തും, നമ്മളെ കുറേ ആൾക്കാർ നല്ലൊരു ആക്ടറാണെന്ന് പറഞ്ഞ് സംസാരിക്കും, ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. സെക്കൻഡ് തിങ്, നമ്മൾ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിരിക്കണം. അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് അവർക്കും ഒരു ഐഡിയ ഇല്ല, എനിക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളൊരു ആഗ്രഹമാണ് ഇത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിടെക് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇൻഫോസിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ആദ്യത്തെ പടം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പല പടങ്ങളും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈക്വലി പറയാം, ഇങ്ങനൊരു ഫിനാൻഷ്യൽ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നടക്കാൻ പറ്റുന്നത്.
പലരും ഈ പറഞ്ഞ പോലെ പാതിക്ക് വെച്ച് നിന്ന് പോവുക. ഇപ്പം എനിക്കറിയാം എന്നെയും കാട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പലരും പല സ്ഥലത്തും എത്തിയിട്ടില്ല സിനിമയിൽ തന്നെ, നല്ല അഭിനയിക്കാൻ കഴിവുള്ളവർ. അതിനുള്ള പ്രധാന റീസൺ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഫിനാൻഷ്യലി പൈസ കിട്ടാതാവുമ്പം ഡെഫിനറ്റ്ലി നമ്മളത് ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി പോകില്ലേ, അങ്ങനെ പോയിട്ടുള്ളവർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം ഒരു പോയിന്റ് എത്തുന്നവരെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് നല്ല റിട്ടേൺസ് കിട്ടുന്നത് വരെ ഡെഫിനറ്റ്ലി നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം വേണം. ഞാനൊക്കെ സിനിമയ്ക്ക് വരുന്നൊരു സമയത്ത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഭയങ്കര ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോസസ്സ് ആയിരുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ ഇരുന്നാൽ തന്നെ കുറേ പൈസ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമ്മളെപ്പോഴും കണ്ടുവച്ചിരിക്കണം. നമ്മുടെ ഈ പരിപാടി ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ്. കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു പാട്ട് ഏതാണ്? ഞാൻ ബീങ് എ ലാലേട്ടൻ ഫാൻ, ഈ താളവട്ടത്തിൽ പൊൻവീണെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. നമ്മൾ കൊച്ചിലെ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ലാലേട്ടൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊക്കെ തോന്നിയ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടാണ് പൊൻവീണെ. അപ്പോൾ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു, അതായത് മലയാളിക്ക് പൊതുവെ പരിചിതമല്ലാത്ത കഥാപാത്രങ്ങളെ പോലും സ്വീകരിക്കാനും മാത്രം പ്രോഗ്രസീവായ ഓഡിയൻസ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന്. പ്രത്യേകിച്ചും ഈക്കോ പോലുള്ള സിനിമകളുടെ സ്വീകാര്യത കാണിക്കുന്നത് മലയാളിയിലെ പ്രേക്ഷകൻ മാറുന്നു എന്നുള്ളതാണോ? അങ്ങനെ മാറുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രധാനമായിട്ടും ഒരു പടം വളരെ സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിന് ഭയങ്കര ഒരു ജഡ്ജ്മെൻ്റൽ പ്രോസസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ഇത് വർക്ക് ആവില്ല, ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. ബീങ് ആൻ ഓഡിയൻ ഞാൻ എക്കോ കാണുവാണെങ്കിൽ ഞാൻ ചിലപ്പം ഓൾറെഡി വേറൊരു സൈഡിലായിരിക്കും ഞാൻ റിസീവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടാകുമ്പം എൻ്റെ റൈറ്ററും ഡയറക്ടറും നമ്മളോട് ചോദിക്കും ഇത് വർക്ക് ആവുമോ എന്ന് ചോദിക്കുമ്പം നമുക്ക് ഇത് വർക്ക് ആവുമോ നമ്മളോട് തന്നെ ചോദിക്കും. നമ്മളടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നി ഇതിൽ പല കാര്യങ്ങളും ക്ലൈമാക്സ് പലതും പറയുന്നില്ല, എക്സ്പ്ലെയിൻഡ് അല്ല. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻ്റ് അല്ല ആൾക്കാർ വരുന്നത്, ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓഡിയൻസിന് എപ്പോഴും വേണ്ടത് അവർക്ക് എഴുതാൻ പറ്റുന്നൊരു സിനിമ ആവരുത്. അവർക്ക് എഴുതാൻ പറ്റുന്ന, അവർക്ക് കാണാൻ പറ്റുന്ന, അവർക്ക് എടുക്കാൻ പറ്റുന്നൊരു സിനിമയാണെങ്കിൽ അവരത് കാണില്ല. അത് സത്യമാണ്. അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഒരു സിനിമ നമ്മൾ കൊടുക്കണം. അൺപ്രെഡിക്റ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ജോണർ ആണെങ്കിലും, സസ്പെൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം. കാരണം ഇപ്പോൾ എല്ലാവരുടെ കയ്യിലൊരു മൊബൈലുണ്ട്, ആർക്ക് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും കഥ എഴുതാം. പണ്ടത്തെ പോലെ അല്ല. അപ്പം അങ്ങനെ അത്ഭുതങ്ങളൊന്നുമില്ല. അപ്പോൾ അത്ഭുതം നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളുടെ സിനിമ റൈറ്റിങ്ങിലും അതെങ്ങനെ എടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ആക്ടിങ് ഫുൾ ടൈം പ്രൊഫഷൻ ആക്കാമെന്നുള്ള ഒരു തീരുമാനം വരുന്നത് ഏത് സമയത്താണ്? ഞാൻ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ബാക്കിൽ കുറച്ചൊരു സൈഡായിട്ട് സോഫ്റ്റ്വെയർ പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സെക്കൻഡ് ലൈൻ ഓഫ് ഇൻകം ചിലപ്പോൾ അതിൽ നിന്നായിരിക്കാം. എന്നാലും മേജർലി ഞാൻ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്ന പോയിന്റിലാണ്. ഇപ്പം ഒറ്റമുറി വെളിച്ചം ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഡാഗിനി അങ്ങനെ ഒരുപാട് പേര് കണ്ടൊരു പടമായിരുന്നില്ല. പക്ഷേ കോക്കോ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുകയും മമിത ബൈജുവിൻ്റെ ആയിട്ടുള്ളൊരു പിയൂൺ റോൾ ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തിയപ്പോൾ ഓക്കെ നമുക്ക് കുറച്ചുകൂടെ എനർജി വരുന്നു. അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണല്ലോ നമ്മൾ ഓക്കെ ഈ കൊള്ളാം നമുക്ക് എനർജി, അടുത്തൊരു പരിപാടി എന്തെങ്കിലും കിട്ടണം എന്നുള്ള സാധനം അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു തോട്ട് വരുന്നത്. ഇപ്പോൾ രാഹുൽ റിജി നായറിനെ പോലുള്ള ഒരു സംവിധായകനോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് എത്രത്തോളം സഹായിക്കുന്നു അല്ലെങ്കിൽ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു? ഒരു ടീം ഉണ്ടാവുക എന്ന് പറയുന്നത് സിനിമയിലും ജീവിതത്തിലും സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. നമ്മൾ ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും അങ്ങനെ ഒരു ആസ്പിറേഷൻ ഉണ്ട് സിനിമയിലേക്ക്. ഇങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനെ ഓക്കെ ഇവൻ സിനിമയിൽ രക്ഷപ്പെടുമോ എന്നൊന്നും നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ പറയാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മുടെ സുഹൃത്തിനായിരിക്കും. ഇപ്പോൾ രാഹുലിനാണ് അന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്, ഇവനിലൊരു പൊട്ടൻഷ്യലുണ്ട്. ഇപ്പോൾ ഒരാൾ അയാളുടെ കഥ എഴുതുന്നത് അയാളുടെ എന്താ പറയുക ഒരു ഭാര്യ പോലെ ആയിരിക്കും അയാളത് കാണുന്നത്. എന്ന് വെച്ചാൽ അത് ഓക്കെ അവൻ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ടൊരു കാസ്റ്റിംഗ് കൊടുക്കാം അങ്ങനെ ചിന്തിക്കില്ല. പരിചയം ഉണ്ടെങ്കിലും അവൻ ആ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ. അപ്പം എന്നിൽ ആ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നത് രാഹുലിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. പല നടന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ചതിന് ശേഷവും ആ ക്യാരക്ടർ ചിലപ്പോൾ നമ്മളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, അവർ വിട്ടുപോകാതെ എന്നൊക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി ഹിറ്റായ പല സിനിമകളിലും വളരെ ഇമോഷണലി ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സിനിമ അഭിനയം ഒരു പ്രോസസ്സാണ്, ഒരു പ്രാക്ടീസാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ പ്രാക്ടീസ് ആയിരിക്കില്ല മറ്റൊരു ആക്ടറിന് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആക്ടേഴ്സിന് അവരുടെ പ്രാക്ടീസ് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ ബോഡി തന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം വന്നുകൊണ്ടേയിരിക്കും. സിനിമ എന്ന് പറയുന്ന ഒരു 100 ദിവസത്തെ ഷൂട്ടാണ് അല്ലെങ്കിൽ 30-35 ദിവസത്തെ ഷൂട്ടാണ്. ഡെയിലി നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ അതേ ട്രാക്കിലായിരിക്കും ഓടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ആ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്ത് വേറൊരു സാധനത്തിലേക്ക് പോകണം. ഇപ്പം ലാലേട്ടൻ മമ്മൂക്കയൊക്കെ
ഒരു വർഷത്തിൽ 35-36 പടം ചെയ്തിട്ടുണ്ട്. അപ്പം അവരങ്ങനെ വെച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ പടം ചെയ്യാൻ പറ്റില്ല. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ അത് കൺട്രോൾ ചെയ്തു? അപ്പോൾ ആ പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരണം. നമ്മൾ ആ പ്രാക്ടീസ് കൊണ്ടുവരിക. നമ്മൾ ഒരെണ്ണം കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ചെയ്യുക, അടുത്ത സ്ഥാനത്തിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് OTT റെവല്യൂഷൻ്റെ ഒരു സമയമാണല്ലോ. അപ്പം കുറച്ച് നാൾ മുന്നേ വരെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത ഒരു എക്സ്പോഷറാണ് നമുക്ക് സിനിമയ്ക്കും അതുപോലെയുള്ള മാധ്യമങ്ങൾക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന സിനിമ കാണണമെന്നില്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് സിനിമ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അഭിനേതാക്കൾക്ക് അത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് അല്ല തിയേറ്ററിൽ പോയി തന്നെയാണ് സിനിമ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്നാണോ? അതെ, OTT ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളാണ് ഒരുപാട് പേർക്ക് വീട്ടിലിരുന്ന് കാണുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ. ഒരു കുറച്ചുകൂടെ കണ്ടന്റ് ഇപ്പോൾ OTT വരുന്നതുകൊണ്ടാണ് നമ്മൾ മലയാളം അല്ലാത്ത പല കണ്ടന്റുകളും നമ്മൾ ഫ്രഷ് ആയിട്ട് കാണുന്നത്. നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസും നമ്മുടെ ഒരു സിനിമാ പുരോഗമനം എന്നൊക്കെ പറയുന്ന പോലത്തെ പുതിയ കണ്ടന്റുകൾ കാണാൻ പഠിച്ചതല്ല നമ്മൾ OTT എന്നാണ്. അതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ ലിമിറ്റഡ് ആണ്, നമ്മൾ ഇന്ത്യൻ സിനിമകളെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ OTT ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. തിയേറ്ററിൽ തന്നെ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകണം. ഡെഫിനറ്റ്ലി തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഈ എൻ്റർടൈൻമെൻറ്റ് മീഡിയ നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി തന്നെ ഒരു സിനിമ കാണുന്നത് എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് സിനിമകൾ വരണം. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്കോ ഇത്രയും ഓടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്കോയിലെ കഥ കൊണ്ട് മാത്രമല്ല അത് മാറി നിൽക്കുന്നത്, അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ ക്യാമറ ആണെങ്കിലും എല്ലാം. ഇപ്പം അത് കണ്ട ആൾക്കാർ ഇത് എന്ത് സ്ഥലത്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്, അത് ഒരു കുളിര് നമുക്ക് വന്നു, അതൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ഏരിയയിൽ പോയതുപോലെ ഫീൽ ചെയ്തു. അങ്ങനത്തെ എക്സ്പീരിയൻസസ് കൊടുക്കാൻ പറ്റണം. അത് ഓഡിയൻസിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ ഒരു കാസ്റ്റിംഗിലാണെങ്കിൽ പോലും ആ സിനിമയിൽ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ എല്ലാ രീതിയിലും ഫ്രഷ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തുക. അവർക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ തിയേറ്ററിൽ വന്നു പോയല്ലോ എന്ന് തോന്നരുത്. അപ്പോൾ അവർ വരും, ഡെഫിനറ്റ്ലി വരും. തിയേറ്ററിൽ ആരും പോകാതിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ പലപ്പോഴും കുറ്റം പറയുമെങ്കിലും നമ്മൾ ഇപ്പം നോക്കുമ്പോഴും പലപ്പോഴും തിയേറ്ററിൽ ആൾക്കാർ പോകുന്നുണ്ട്. അവർക്ക് ആ തിയേറ്ററിൽ പോകണമെന്ന് തോന്നുന്ന പടങ്ങൾക്കാണ് അവർ പോകുന്നത്. എല്ലാ പടങ്ങൾക്കും അവർ തിയേറ്ററിൽ പോകുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചില സിനിമകളിലെ സിംഗിൾ ഡയലോഗ് പോലും ചിലപ്പോൾ കയറി ക്ലിക്ക് ആകുന്നതായിട്ട് ഒരു വൈറലാകുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഫ്രീഡം ഫൈറ്റിലെ രജിഷ വിജയനുമായിട്ടുള്ള ഒരു സീൻ. അപ്പോൾ അത് ചിലപ്പോൾ ശരിക്കും അത് ഭാഗ്യമാണോ, അത് പർപ്പസ്ഫുള്ളി എങ്ങനെ അത് വൈറലാകണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്? ഫ്രീഡം ഫൈറ്റ് എന്ന സിനിമ ആണ് ശരിക്കും ഒരു ടോക്സിസിറ്റിക്കെതിരെ സംസാരിച്ചിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഈ ആന്തോളജിയിൽ. എനിക്ക് തോന്നുന്നു അതാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. അത് JJJയിലെല്ലാം കുറെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടന്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഓഡിയൻസിനെ ഞെട്ടണം. അത് ഒരൊറ്റ വാക്കിൽ ഞെട്ടുക എന്നുള്ളതായിരുന്നു. റൈറ്റർ ഡയറക്ടറിൻ്റെ അഖിലാണത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഉദ്ദേശം. ഷോർട്ട് ഫിലിമാണ്, ഒരുപാട് നേരം സമയം പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഡിമാൻഡിങ് ആയിരുന്നു. അത് വെറുതെ പറയാം. ഇപ്പം നമ്മൾ ഒരു ചുമ്മാ ഒരു സിനിമ എടുത്തില്ല അതിലൊരു തെറി യൂസ് ചെയ്യുക എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. അത് വെറുതെ പറയുന്നു. അതങ്ങനെ അല്ലാതെ ഈ ക്യാരക്ടർ തിരിച്ച് അയാളെ വിളിക്കേണ്ടതാണ് എന്ന് ഓഡിയന് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയാം. പ്രേക്ഷകനെ വിളിക്കാൻ തോന്നുന്നത് കഥാപാത്രം തന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ആവേശമാണ്. അപ്പം അടുത്ത പാട്ട് ഏതാണ്? അടുത്ത പാട്ട് സൺഡേ ഹോളിഡേയിൽ ഒരു നോക്ക് കാണുവാൻ എന്നുള്ള. ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ്, ചില ആൾക്കാർ ഇവർക്ക് മുന്നേയും പിന്നെയും നമ്മുടെ ജീവിതം വല്ലാതെ മാറി മറിഞ്ഞു, ഇപ്പോൾ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രാഹുലിനെ പരിചയപ്പെടുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് എങ്ങനെ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത്. കാരണം ഞാനിന്ന് ഇവിടെ ഇരിക്കാൻ ഉള്ള ഫസ്റ്റ് പോയിന്റ് അവിടെയല്ലേ, ആ ലെവലിലാണ്. രാഹുൽ തന്നെയാണ് ഒരു അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് രാഹുലുണ്ട്. അത് കഴിഞ്ഞ് പലരും, അഖിൽ അനിൽകുമാറാണ് ഫ്രീഡം ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ദേവിക +2 ബയോളജി ഷോർട്ട് ഫിലിമാണ് എനിക്ക് കുറച്ചുകൂടെ ജനപ്രീതി ഉണ്ടാക്കി തന്നൊരു ഷോർട്ട് ഫിലിം. അഖിലിനെ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് അഹമ്മദ് കബീർ എനിക്ക് കേരള ക്രൈം ഫയൽസ് തരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഒരു ഹിറ്റും ഒരു സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഞാൻ ആസിഫ് അലി, അതിന് ജിസ് ജോയ് ഡയറക്ടറാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം തരുന്നത്. ഞാൻ KCF-ൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ബാഹുലിനെ പരിചയം വരുന്നത്, ബാഹുൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പം എല്ലാ പോയിന്റുകളിലും എല്ലാ ഘട്ടങ്ങളിലും ആരൊക്കെയോ ഒരാളുണ്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മുടെ ഒന്ന് കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ അവരെല്ലാം എല്ലാ പോയിന്റുകളിലും ആലോചിക്കുന്നു. എല്ലാവരും ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും ജീവിതത്തിലൊരു മാർക്ക് ഉണ്ടാക്കിയവരാണ്. ഇപ്പോൾ ഈ യാത്രയിലുടനീളം ഇങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ട്, പിന്തുണ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് എത്തിയത് എന്നുള്ളത്. ഒരു ആക്ടറിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ആക്ടറിനെ സിനിമയിൽ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഒക്കെ ഔദാര്യത്തിൽ മാത്രമേ ഒരു ആക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത് എന്നാണ് രഞ്ജിത്തിൻ്റെ ഒരു അഭിപ്രായം?
ബേസിക് തിങ് ഇസ് റൈറ്റിംഗ് ആണ്. ഒരു നല്ല റൈറ്റർ ഉണ്ടാവുക, അത് കൺസീവ് ചെയ്യുന്നൊരു ഡയറക്ടർ ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ടെങ്കിലും കാര്യമില്ല. അതിന് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന, അത് മനസ്സിലാക്കി ആ സിനിമയിലൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും. ഇത്രയാണ് വേണ്ടത്, ബാക്കിയെല്ലാം റീപ്ലേസബിൾ ആണ്. ഒരു ആക്ടർ അല്ലെങ്കിൽ വേറൊരു ആക്ടർ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞത് അൺലെസ് യു ആർ എ ലെജൻഡ്. മമ്മൂക്ക, ലാലേട്ടൻ അങ്ങനത്തെ പരിപാടികൾ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ആളിലേക്ക് എത്തണമെങ്കിൽ പോലും ഇത്രയും ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു റൈറ്റർ ഉണ്ടാവുക, സെൻസിബിൾ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാവുക, അത് കൺസീവ് ചെയ്യുന്ന ഡയറക്ടർ ഉണ്ടാവുക, പ്രൊഡ്യൂസർ ഉണ്ടാവുക. നല്ല സിനിമയുടെ ഭാഗമായിരിക്കുക എന്നുള്ളതാണോ, അല്ല ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ നേടുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണോ ലക്ഷ്യം? നല്ല സിനിമകളിൽ പ്രേക്ഷകർ നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്തു, അത് നന്നായി ചെയ്തു, പക്ഷെ അതാരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ആ പടം നാട്ടുകാരിലേക്ക് എത്തണം, ആൾക്കാരിലേക്ക് എത്തണം, അത് കാണണം, എന്നാലേ നമുക്കൊരു ഗുണമുള്ളൂ. അങ്ങനത്തെ പടങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. സിനിമ അഭിനയം അല്ലാതെ മറ്റ് പാഷൻസ് എന്തൊക്കെയാണ്? സിനിമയാണ് ഏറ്റവും വലിയ പാഷൻ. ഊണിലും ഉറക്കത്തിലും സിനിമയാണ്. ഇപ്പം അതാണ്. കാരണം അതിലൊന്ന് രക്ഷപ്പെട്ടിട്ട് വേണമല്ലോ ബാക്കിയൊന്ന് ആലോചിക്കാനെന്നുള്ള. പാട്ട് പാടും, അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. ഡാൻസ് കളിക്കും, കുറച്ച് ഡാൻസ് ആയിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പിന്നെ യാത്രകൾ ചെയ്യാറുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ചെയ്യാൻ നോക്കാറുണ്ട്. എല്ലാ വർഷവും ഒരു യാത്ര മാൻഡേറ്ററി ആയിട്ട് പൈസ ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ നോക്കാറുണ്ട്. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം ഓഡിഷൻസിന് അപ്പിയർ ചെയ്യുക. അപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടാം, പല സ്ഥലങ്ങളിൽ സ്വീകരിക്കപ്പെടാം. അപ്പം അത്തരം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം കൺസ്യൂമിങ് കൂടെ ആണല്ലോ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനും കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾക്കും സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു സമയം മാനേജ് ചെയ്തത്? ഓഡിഷൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഓഡിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഓഡിഷൻസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ചെറിയ എന്ത് കണ്ടന്റുകളാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് എങ്ങനെ അഭിനയിക്കരുതെന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം എങ്ങനെ അഭിനയിക്കരുതെന്ന് പഠിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഈ ഓഡീഷൻസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ആണ്. എന്നാലാണ് സിനിമ വരുമ്പോൾ എങ്ങനെ അഭിനയിക്കണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ത് ചാൻസ് കിട്ടിയാലും അത് യൂട്ടിലൈസ് ചെയ്യുക. അൺലെസ് നിങ്ങൾ ഒന്ന് അറിയപ്പെടുന്നത് വരെ എന്ത് വേണമെങ്കിലും ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഓഡീഷൻ ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ മാക്സിമം പലർക്കും വിചാരിക്കുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുഖം കാണിക്കുക, അങ്ങനെയാണ് ഈ പബ്ലിസിറ്റിയിലോട്ട് എത്തുന്നത്. ഇപ്പോൾ മാക്സിമം സിനിമകളിൽ തല കാണിക്കുക. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ റോളിൽ പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കൂടുതൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അതല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ മതിയാകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട്. ശരിക്കും ഇതിൽ ഏത് ആണ് ചെയ്യേണ്ടുന്നതായിട്ടുള്ള യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച്? അങ്ങനെ ഒരു ഇന്നതാണ് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അപ്പം ഒരാൾക്ക് ഒരുപാട് പടങ്ങൾ ചെയ്താൽ മതി, നമ്പർ ഓഫ് ഫിലിംസ് ആണ് അയാൾക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ തല കാണിച്ചോട്ടെ. അല്ല, നമുക്ക് നമ്പർ ഓഫ് ഫിലിംസ് കുറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും നല്ല നമുക്ക് തന്നെ സന്തോഷം കിട്ടുന്ന റോൾസാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്പർ ഓഫ് ഫിലിംസിലല്ല, ചെയ്യുന്ന ഒരു 10 സിനിമയാണെങ്കിലും അത് നന്നായിരിക്കുക, അത് യുണീക്കായിരിക്കുക, എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പം ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അതായിരിക്കും ഉദ്ദേശം. അത് തന്നെയാണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്ക് മുന്നേ കടന്നുപോയ ആൾക്കാർ അല്ലെങ്കിൽ ആ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇന്ന റോൾ എനിക്ക് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വേഷങ്ങളുണ്ടോ? നമ്മൾ ഇഗ്നോറൻ്റ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ പലതും ചിന്തിക്കും, ഓക്കെ ഇന്ന റോള് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ഈ സീരിയസ് ആയിട്ട് നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര പാടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന എല്ലാം കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്നത് അത് ബെറ്റർ ആക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും. അതാണ് ശരിക്കുള്ള സിനിമ. ഇപ്പോൾ ലാലേട്ടൻ്റെ എത്ര പടങ്ങൾ എടുത്താലും, മമ്മൂക്ക ചെയ്ത എത്ര പടങ്ങൾ എടുത്താലും അത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്ര എത്താൻ പറ്റില്ലെന്നുള്ളത് നല്ല ധാരണയുണ്ട്. അപ്പം അവരെ ഒന്നും ചെയ്തല്ലാത്ത പുതിയ കഥാപാത്രങ്ങൾ ചെയ്യുക, പുതിയ രീതിയിൽ ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് അതിനൊരു ഐഡന്റിറ്റി വരിക. അവരങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവരന്നത് കൺസീവ് ചെയ്തിരിക്കുന്നത് ഇപ്പം അമരം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക ചെയ്യുന്ന അങ്ങനത്തെ ഒരു മുക്കുവനെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? നമ്മളത് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റിയാണ്. പുള്ളി അങ്ങനെ എല്ലാ സിനിമകൾക്കും ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. ലാലേട്ടനും അങ്ങനെയാണ്. അതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. നമുക്ക് കിട്ടുന്നതിൽ നമ്മളൊരു ഐഡന്റിറ്റി കൊടുക്കുക, ആവർത്തനം ഇല്ലാതെ ഉണ്ടാവാതെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത പാട്ട് ഏതായിരിക്കും ശ്രോതാക്കളുമായിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ അത്, ലജ്ജാവതിയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഒരു കാലഘട്ടത്തിന്റെ പാട്ട്. പിന്നെ ഓക്കെ, നമുക്കത് കേൾക്കാം.
പിന്നെ ഈ ജലസമാധി പോലുള്ള ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ അതിലോട്ടുള്ള എത്തിച്ചേരൽ എങ്ങനെയായിരുന്നു? എന്നെ വേണു സാറാണ് വിളിക്കുന്നത്, അതിൻ്റെ ഡയറക്ടർ. വേണു സാറ് എന്തോ ഒരു സാധനം കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് കഥ പറഞ്ഞു തന്നു. MS ഭാസ്കർ സാറ് തമിഴിൽ നിന്നുള്ള പുള്ളി ഭയങ്കര ആക്ടറാണ്. 8 തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഞാൻ ഭയങ്കര ഫാൻ. അപ്പം പുള്ളിയാണ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് പറഞ്ഞ പോലെ ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ആക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇഷ്ടപ്പെട്ട 5 സിനിമകൾ, മനസ്സിൽ തങ്ങി നിൽക്കുന്ന 5 സിനിമകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ? പക്ഷേ എന്ന് പറഞ്ഞ മലയാള സിനിമ അതെനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കൊച്ചിലെ. പക്ഷെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പക്ഷേ എന്ന സിനിമയുടെ അർത്ഥവും, അന്ന് എനിക്കത് ബോറിംഗ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് കാണുമ്പോൾ അതൊരു ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. അത് കൊച്ചിലെ എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ആ ഗുരു പോലത്തെ ഒരു പടം അതിന് മുന്നേ സംഭവിച്ചിട്ടില്ല. ഭയങ്കര ഫ്രഷായിരുന്നു, ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് തമിഴിൽ നടുവിൽ കൊഞ്ചം പക്കത്തെ കാണുമെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു പടമാണത്. ചെറിയ പടമാണ്, ഭയങ്കര രസമുള്ള പടമാണ്. അങ്ങനെ തന്നെ സൂതുകാവ് എന്ന് പറഞ്ഞൊരു പടമാണ്. ഇത് രണ്ടും വിജയ് സേതുപതി പടമാണ്. ഞാനൊരു വിജയ് സേതുപതി ഫാനാണ് ഭയങ്കരമായിട്ട്. അപ്പം ഈ 2 പടം എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ്നസ് സിനിമയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസോ, അല്ലെങ്കിൽ നമ്മൾ ഗുഡ് ലുക്കിംഗ് ആയിട്ട് നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു, ഈ സിനിമ അഭിനയ യാത്രയിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണോ? അതെ, ഡെഫിനറ്റ്ലി. കാരണം നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിലും, ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക്, ഇപ്പം എക്കോ എന്ന് പറയുന്ന മൂവിയിൽ ആ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ശരിക്കും ചെയ്തിരിക്കുന്ന ഒരു ദിവസം കൊണ്ടാണ്. ഫുൾ സന്ദീപിൻ്റെ ഡയലോഗ്, എൻ്റെ ഡയലോഗ്, പാമ്പുകടി എല്ലാം ഒരു ദിവസം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാനൊരു 8-10 ദിവസം അതിനൊരു ട്രെയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ 10 ദിവസം ട്രെയിൻ ചെയ്യാൻ കാരണം ഞാൻ അതിന് മുമ്പേ ജിമ്മ് ചെയ്യുന്നതും അല്ല നമ്മൾ ഓടാൻ പോകുന്നതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ 10 ദിവസം കൊണ്ടത് ഒരു മൊബിലിറ്റി, ഒരു അജിലിറ്റി കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആർക്ക് നഷ്ടം വരും? സിനിമയ്ക്ക് നഷ്ടം വരും, പ്രൊഡ്യൂസറിന് നഷ്ടം വരും. അവർക്ക് തോന്നുമ്പോൾ ഇവനെ വിളിച്ചിട്ട് തലവേദന ആയാലോ എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള തലവേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഫിറ്റ്നസ് നോക്കുന്നത് വളരെ നല്ലതാണ്. ജനറിക്കായിട്ട് ഹെൽത്തിന് ഫിറ്റ്നസ്സൊക്കെ നല്ലതാണ്. ഞാൻ സിനിമയിൽ എന്തുകൊണ്ട് വേണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണിത്. ഓക്കെ. അപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടിക്കാലം മുതലേ എങ്ങനെ ആക്ടർ ആവണം എന്നുള്ള ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഒരു ആഫ്റ്റർ 10 years എങ്ങനെ ആൾക്കാർ നമ്മളെ കാണണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടെ നിൽക്കണം എന്നുള്ളതാണ് മനസ്സിനൊരു പ്രതീക്ഷ. ആഫ്റ്റർ 10 years എനിക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസിലേക്ക് പോകാൻ പറ്റുക. തമിഴ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. തമിഴിന് വേണ്ടി ഞാൻ ഇപ്പോഴും കീപ്പ് ഓൺ ട്രൈയിങ് ആണ്. അപ്പം തമിഴിലൊരു പടം ചെയ്യാൻ പറ്റുക, ഒരു പടം എന്നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റുക. 10 വർഷം കഴിയുമ്പം ഇതിൽ നിന്നും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം, അതിൽ ഓർക്കാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് ഒരു 10 കഥാപാത്രങ്ങൾ യുണീക്കായിട്ട് എൻ്റെ പേരിൽ ഒരാൾക്ക് പറയാൻ പറ്റിയ ഞാൻ സന്തുഷ്ടനാണ്. മറ്റ് ഭാഷകളിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ അവസരങ്ങൾ തേടി പോകുമ്പോൾ മലയാളത്തിൽ അവസരങ്ങൾ കുറയുന്നതായിട്ടൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. അപ്പം മറ്റ് ഭാഷകളിലൊക്കെ അഭിനയിക്കുന്നത് കാരണം നമുക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നു എന്നും പറയുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കും സംഭവിക്കുക? എപ്പോഴും അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പാടായിരിക്കും. നമ്മളിപ്പം ഇറങ്ങുന്ന എല്ലാ 5 പടത്തിലും വന്നു എന്ന് വയ്ക്കുക. അത് കഴിയുമ്പോഴേക്കും ഈ അടുത്ത പടം ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഇയാൾ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇയാൾ എന്തിനാ കാസ്റ്റ് ചെയ്യുന്നത്, ഇത് ഫ്രഷ് ആവില്ലെന്ന് വിചാരിക്കും. ഒരു അച്ഛൻ റോൾ എന്നുള്ള ലെവലിൽ, ഒരു വില്ലൻ റോൾ എന്നുള്ള ലെവലിൽ ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് മോഹൻലാൽ കഴിഞ്ഞ പിന്നെ അല്ല ജോർജ് സാറാണ്. അത് ഫ്രഷ് ആയിരുന്നു. അത് നമ്മൾ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും കലാകാരന് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ഫ്രഷ് ആവണം എന്നില്ല. അപ്പോൾ ഇനി ഒരു ഫ്രഷ്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫ്രഷ്നെസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻ്റർവെൽ ആ ഇൻ്റർവെൽ നമ്മളെങ്ങനെ മെറ്റിക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, നമ്മൾക്ക് വർക്ക് വേണമല്ലോ, ജീവിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഭാഷയിൽ പോവാം, ഒരു പടം ചെയ്യാം, തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവെൽ ആവുന്നു, ഗ്യാപ്പ് വരും, നമുക്ക് പൈസയും കിട്ടുന്നു, നമുക്ക് പിന്നെ ഇവിടെ ചെയ്യാം. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അല്ല നമ്മളെപ്പോഴും എല്ലാ പടത്തിലും നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്കും നല്ലതല്ല. അവൈലബിൾ, ഓൾവേസ് വിസിബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഇതൊരു തിൻ ലൈനാണ്. നമ്മുടെ ലൈം ലൈറ്റിൽ വേണം എന്നാൽ നമ്മൾ എല്ലാത്തിലും ഉണ്ടാവാനും പാടില്ല. പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കണ്ട്, ഇപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ സ്ക്രീനിൽ കണ്ട് നമ്മുടെ ആരാധനാ പുരുഷനായിട്ടുള്ള ഒരാൾ ജീവനോട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര വണ്ടർ അടിക്കുമല്ലോ. അപ്പോൾ അത്തരം മാജിക്കൽ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ തൊട്ടടുത്ത് കാണാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അത്തരം മൊമെന്റ്സിനെ കാണുന്നത്? അങ്ങനെ ഉണ്ടായ ഒരു മൊമെന്റ് ഞാൻ കുഞ്ഞാലിമരയ്ക്കാരിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ലാലേട്ടനെ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ലാൽ സാറിനെ കണ്ടപ്പം ഞാൻ കരഞ്ഞു. പുള്ളി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും ചെയ്തോന്നല്ല. അല്ല അങ്ങനെയല്ല, എൻ്റെ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു ലാലേട്ടനെ കാണുക എന്നുള്ളത്. ഓക്കെ മോനെ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ അപ്പോഴും ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനായിട്ട് ഒരുമിച്ച് അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം തരുന്നത് ജിസ്മോൻ ചേട്ടനാണ്, ജിസ്റ്റോയ്. പിന്നെ ആഡിൽ ഞാനും ലാലേട്ടനും
മഞ്ജു ചേച്ചി, ഞാൻ നടുക്ക്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഓർമ്മയുണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ട്, അപ്പം മഞ്ജു ചേച്ചി വരാൻ ലേറ്റായി. അപ്പോൾ പുള്ളി എന്നെ നോക്കിയിട്ട്, നമ്മളതിന് മുന്നേ കണ്ടിട്ടുണ്ടോ മോനെ, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞാലി മറക്കേണ്ട സെറ്റിൽ ഓ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂളായിട്ട് സംസാരിച്ചു. അത് ലൈഫിലെ വലിയൊരു ദിവസമാണ്. ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ്? മമ്മൂക്കയാണ്. മമ്മൂക്കയായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ. കൊക്കോ ഞാൻ അഭിനയിച്ച പടമാണ്. അതിനകത്ത് കാലം വരും നിൻ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. സിദ്ധാർത്ഥ പ്രദീപാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എൻ്റെ സിനിമകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇപ്പം രഞ്ജിത്തിൻ്റെ സിനിമകളൊന്നും കാണാത്തൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന സിനിമ കാണൂ എന്ന് പറയാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് സിനിമയായിരിക്കും കാണണം എന്ന് പറയുക? ഇപ്പം എനിക്ക് തോന്നുന്നു എക്കോ തന്നെ ഞാൻ പറയും. കാരണം ഞാനൊരു പെർഫോമറായിട്ട് എന്നെ ആൾക്കാർ അംഗീകരിച്ചത് കറൻലി എക്കോയാണ്. എപ്പോഴും ഒരു നടനെ സംബന്ധിച്ച് വാട്ട് ഈസ് യുവർ ലാസ്റ്റ് മൂവി, ദാറ്റ് ഈസ് യു ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എക്കോ തന്നെ ഞാൻ പറയും. അപ്പോൾ അവസാനത്തെ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര പിന്നെയും ഈസി ആയിരിക്കും എന്നുള്ളതുണ്ട്. അത് ശരിയാണോ? അത് വളരെ ശരിയാണ്. അത് സിനിമയെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വാട്ട് ഈസ് യുവർ ലാസ്റ്റ് ഫിലിം, ദാറ്റ് ഈസ് യു. ഇതിൽ എക്സ്പീരിയൻസ് കൗണ്ടബിൾ അല്ല. ഫസ്റ്റ് തിങ്, നിങ്ങളൊരു 30 വർഷം 50 വർഷം പടത്തിൽ അഭിനയിച്ചു, അത് നിങ്ങൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല. ഇന്നലെ വന്ന ഒരാൾ അയാളുടെ ക്യാരക്ടർ സക്സസ്ഫുൾ ആയാൽ അയാൾക്കായിരിക്കും പ്രിവിലേജും കുറച്ചുകൂടെ പൈസയും കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 30 വർഷം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, അയാൾ സീനിയർ ആവുന്നു, അത് വർക്ക് ആവില്ല സിനിമയിൽ. അപ്പം എല്ലാ സിനിമയും പുതിയതായിട്ട് കണ്ട് എല്ലാ സിനിമയിലും നമ്മൾ അത് ഹിറ്റാവാനും അതിൽ നല്ല ക്യാരക്ടർ ചെയ്യാനും ആഗ്രഹിച്ച് നിന്നേ പറ്റൂ. ഒരു കാര്യം ഉണ്ടാവില്ല. കൂടുതലായിട്ട് ഇപ്പോൾ സീരിയസ് റോൾസിനേക്കാളും കോമഡി റോൾസ് ഒക്കെ ചെയ്യണം എന്നുണ്ടോ? ഡെഫിനറ്റ്ലി കോമഡി ചെയ്യാനാണ് ഏറ്റവും പാട്. കോമഡി മോശമാവാൻ ഭയങ്കര എളുപ്പമുള്ളതാണ്. മറ്റത് എങ്ങനെയെങ്കിലും സേഫായിട്ട് ലാൻഡ് ചെയ്യും. അപ്പം കോമഡി ചെയ്യണം. കോമഡി ഞാൻ ഷോർട്ട് ഫിലിംസും അല്ലാതെ ചെയ്തിട്ടുണ്ട്. സിനിമയിലും ഇപ്പം രാഗിനിയിലൊക്കെ ചെറിയ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോമഡി എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും ഓഡിയൻ കോമഡി ആയിട്ട് എടുത്താൽ മതി, അവർ ചിരിച്ചാൽ മതി. നമ്മൾ അതിനുവേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇപ്പം എക്കോയിൽ തന്നെ ഇതിൻ്റെ ചില പോർഷൻസിൽ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. പക്ഷെ കോമഡി ഫുൾ ലെങ്ത് കോമഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് വരട്ടെ എന്നുള്ള. പുതിയ സിനിമാ വിശേഷങ്ങൾ, ഇനി റിലീസാകാനുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത് ഷാജി കൈലാസ് സാറിൻ്റെ മോൻ ജഗൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ദിലീപ്, ബിനു പപ്പു അങ്ങനെ ഉള്ളൊരു കാസ്റ്റാണുള്ളത്. അതാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. തുടങ്ങാൻ പോകുന്നത് മെനി ഹാപ്പി റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്യുന്നു. കാളിദാസ് ജയറാമാണ് അഭിനയിക്കുന്നത്. അതാണ് തുടങ്ങാൻ പോകുന്നത്. കുടുംബത്തെക്കുറിച്ച് അമ്മയുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. വൈഫ് വർക്ക് ചെയ്യുന്നു, IT തന്നെയാണ്. നമ്മൾ 4 പേരുമാണ്. നേരത്തെ പറഞ്ഞു മോഹൻലാലിനെ കണ്ടപ്പോൾ ആരാധന കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ ഒരു നടൻ്റെ അല്ലെങ്കിൽ ഒരു ആരാധകൻ്റെ ഒരു ആത്മവിചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ രഞ്ജിത്തിനെ കണ്ട് ഭാവിയിൽ ഇതുപോലെ ഒരുപാട് ആരാധകർ ഇതുപോലെ സന്തോഷാശ്രുവൊക്കെ നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഈ അഭിനയ യാത്ര സാർത്ഥകമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാ നന്മകളും ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. ചലച്ചിത്ര നടൻ രഞ്ജിത്ത് ശേഖർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.